എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇക്കണോമിക്സ് കുറച്ച് പേരെങ്കിലും എന്താണ് പഠിച്ചിട്ടുണ്ടാകും, മറ്റ് ടെസ്റ്റുകൾക്കൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ കുറച്ച് പേർക്ക് ടഫായിട്ട് തോന്നിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരുപാടൊന്നും പഠിക്കാനില്ല കേട്ടോ, ഒരുപാട് വാരി വലിച്ചൊന്നും പഠിക്കാനില്ല. കുറച്ച് ടോപ്പിക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് നാഷണൽ ഇൻകത്തെക്കുറിച്ചാണ്, ദേശീയ വരുമാനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് തന്നെയാണ് നിങ്ങൾക്കും തന്നിരിക്കുന്നത്. അത് കുറച്ച് പേരൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിനോടനുബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മാക്രോ ഇക്കണോമിക് കോൺസെപ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഇൻകം എന്ന് പറയുക, ദേശീയ വരുമാനം എന്ന് പറയും. അപ്പോൾ എന്താണ് ദേശീയ വരുമാനം? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കിയാലോ. അപ്പോൾ നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. ഒരു രാജ്യത്ത് ആനുവലി അല്ലേ, ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സാധന സേവനങ്ങളുടെ വാല്യൂവിനെയാണ്, ടോട്ടൽ വാല്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു വർഷം നമ്മുടെ കലണ്ടർ ഇയർ അല്ല, അറിയാലോ, ഫിനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ നോക്കുന്നത്. April 1 to March 30. ആ ഒരു വർഷക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് എന്താണ്, ആയിരക്കണക്കിന് ഗുഡ്സ് അതുപോലെ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ അല്ലേ, അതിൻ്റെ വാല്യൂ മീൻസ് അതിൻ്റെ മണി വാല്യൂ, മണി ടേംസിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ മണി വാല്യൂവിൻ്റെ എല്ലാം ടോട്ടലിനെയാണ് എന്തെന്ന് പറയുന്നത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അറിയാലോ, അപ്പോൾ നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെ പറയാം, ഇൻ അതർ വേർഡ്സ് the total amount of income accruing a country from economic activities in a year's time is known as national income. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം അല്ലേ, ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം, മൊത്തം എമൗണ്ട് ഓഫ് ഇൻകമാണ് അക്രൂയിങ് ടു എ കൺട്രി. ആര് നേടിയെടുക്കുന്നതാണ്? ഒരു രാജ്യം നേടിയെടുക്കുന്ന മൊത്ത വരുമാനമാണ്. എന്തിൽ നിന്ന് നേടിയെടുക്കുന്ന? ഫ്രം ഇക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് നേടിയെടുക്കുന്നതാണ്. സാമ്പത്തിക പ്രവർത്തനമാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. അപ്പോൾ ആ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നേടിയെടുക്കുന്നു ഏത് കാലയളവിൽ? ഇൻ എ ഇയേഴ്സ് ടൈം, ഒരു വർഷക്കാലയളവിൽ. ഇതിനെ പറയുന്ന പേരാണ് നാഷണൽ ഇൻകം. പേരാണല്ലോ, ദേശീയ വരുമാനം എന്ന് പറയും. അപ്പോൾ ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ദേശീയ വരുമാനം കണക്കാക്കൽ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഒരു ഇക്കോണമി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് അറിയാൻ, സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഒരു കാരണം അതാണ്. അതുപോലെ ഇക്കണോമിക് പോളിസീസ് മേക്ക് ചെയ്യാൻ വേണ്ടി, സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി, അതുപോലെ സെക്ടർ വൈസ് കോൺട്രിബ്യൂഷൻസ് അറിയുന്നതിന് വേണ്ടി. നാഷണൽ ഇൻകത്തിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നിന്നും അതുപോലെ സർവീസ് സെക്ടറിൽ നിന്നുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ചേരുന്നതാണ് നാഷണൽ ഇൻകം. അപ്പോൾ ഓരോ സെക്ടർ, ഇപ്പോൾ എല്ലാ സെക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ നാഷണൽ ഇൻകത്തിൽ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഏതൊക്കെ സെക്ടേഴ്സ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തു, ഏതൊക്കെ സെക്ടേഴ്സാണ് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ കാരണം എന്താണ്, അതെങ്ങനെ പരിഹരിക്കാം, ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട്, കയറ്റുമതിയും ഇറക്കുമതിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്, ഇൻ്റർനാഷണൽ ട്രേഡ് മനസ്സിലാക്കുന്നതിന്, അതുപോലെ കമ്പാരിറ്റീവ് ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കുന്നതിന്, എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യവും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വളർച്ച താരതമ്യം ചെയ്യുന്നതിന്. ഇങ്ങനെയൊക്കെ ഒരു വലിയ ഒരു പ്രോസസ്സാണ് എന്ത്, നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നാഷണൽ ഇൻകം ക്ലിയർ ആണല്ലോ? ദേശീയ വരുമാനത്തിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഫിനാൻഷ്യൽ ഇയർ April 1 to March 31 ആണ്. ഈ ഒരു കാലയളവിലാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഹൂ കമ്പ്യൂട്ട്സ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആരാണ്? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൂ കമ്പ്യൂട്ട്സ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത് ആര്? അപ്പോൾ അടുത്ത സമയം വരെയും നമ്മൾ പഠിച്ച ആൻസർ അല്ലായിരുന്നു അല്ലേ, നേരത്തെ മറ്റൊരു ആൻസറാണ് നമ്മൾ പഠിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന്
മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ആരാണ്ടേ NSO. ആരാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ആരാണ്ടേ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് എന്നറിയപ്പെടുന്ന NSO ആണ് ഇന്ത്യയിൽ എന്ത് കണക്കാക്കുന്നത്? ദേശീയ വരുമാനം. ഈ ഒരു വലിയ പ്രോസസ്സ് ഏറ്റെടുത്ത് ചെയ്യുന്നത് ആരാണ്? NSO എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ സ്ഥാപനമായ NSO ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ NSO ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്? അപ്പം നമ്മൾ വിചാരിക്കും ഫിനാൻസ് മിനിസ്ട്രി ചാടിക്കയറി നമ്മൾ എന്ത് ചെയ്യും? ആ ഫിനാൻസ് മിനിസ്ട്രി അങ്ങ് കറപ്പിക്കും അല്ലേ? ആ ഓപ്ഷൻ കറപ്പിക്കും. പക്ഷേ നോക്ക്, NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ NSO എന്ന് പറയുന്ന ഏത് മിനിസ്ട്രിക്ക് കീഴിലാണ് വരുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിനിസ്ട്രിക്ക് കീഴിലാണ് വരുന്നത്? NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. NSO വരുന്നത് ഏതിലാണ്ടേ? NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ക്ലിയർ ആണല്ലോ? ഇനി നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് CSO എന്നായിരിക്കും. ദേശീയ വരുമാനം കണക്കാക്കുന്ന ആരാണ്? CSO എന്നാണ്. പക്ഷേ അതിന് ചെറിയ മാറ്റമുണ്ട്. എന്താണ് കാരണം? നോക്ക്, പണ്ട് CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർഗനൈസേഷൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരുന്നു എന്ത് പിന്നെ ദേശീയ വരുമാനം കണക്കാക്കിയിരുന്നതെങ്കിൽ ഇന്ന് NSO ആയി മാറിയത് എങ്ങനെയാണ്? CSO വാസ് മെർജ്ഡ് വിത്ത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അല്ലേ? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO ടു ഫോം നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഇൻ 2019. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ CSO നമ്മൾ പഠിച്ച CSO ഇല്ലേ? നമ്മൾ പറഞ്ഞ CSO നേരത്തെ നാഷണൽ കണക്കാക്കിയിരുന്നത് CSO ആയിരുന്നു. ആ CSO എന്ത് ചെയ്തു? വാസ് മെർജ്ഡ് വിത്ത്, മെർജ് ചെയ്തു, ലയിച്ചു. ആരുമായിട്ട്? നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO. നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ്. അവരുമായിട്ട് എന്ത് ചെയ്തു? ലയിച്ചു. CSO എന്ത് ചെയ്തു? മെർജ് ചെയ്തിട്ട് പുതിയൊരു സ്ഥാപനം ഫോം ചെയ്യപ്പെട്ടു. അതിന്റെ പേരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO. എന്നാണത് മെർജ് ചെയ്തത്? ഇൻ 2019. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? പിന്നെ NSO നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഏറ്റെടുത്തത്, അല്ലെങ്കിൽ NSO എന്ന പേര് ഉയർന്നു വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ട് പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. NSO കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതുപോലെ CSOയും NSSOയും കൂടെ മെർജ് ചെയ്തിട്ടാണ് NSO ഫോം ചെയ്യപ്പെട്ടത്. എന്നാണ് ഫോം ചെയ്യപ്പെട്ടത്? ഇൻ 2019. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ കുറച്ച് പഴയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഹിസ്റ്ററി ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ദേശീയ വരുമാന കണക്കാക്കലിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ആരാണ് ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത്? അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്ക്, ദാദാഭായ് നവറോജി ഹൂ മേഡ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കാൻ ഒരു ശ്രമം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജി അല്ലെ? ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് അല്ലെ? ഇന്ത്യൻ ഇക്കോണമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്തത്? നാഷണൽ ഇൻകം കാൽക്കുലേഷന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്, ദേശീയ വരുമാനം കണക്കാക്കാൻ. അത് ഏത് കാലഘട്ടത്തിലാണ്? ബ്രിട്ടീഷ് പീരീഡിലാണ്, കൊളോണിയൽ പീരീഡിലാണ് കേട്ടോ. ആ കൊളോണിയൽ പീരീഡിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് ആരൊരു ശ്രമം നടത്തി? ദാദാഭായ് നവറോജി ഒരു ശ്രമം നടത്തി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്നത്, ദേശീയ വരുമാനം കണക്കാക്കിയ ആദ്യത്തെ ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? ദാദാഭായ് നവറോജി. എന്നാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് പ്രൊഫസർ VKRV റാവു എസ്റ്റിമേറ്റഡ് നാഷണൽ ഇൻകം ഇൻ എ മോർ റിലയബിൾ ആൻഡ് സയന്റിഫിക് ബേസിസ്. VKRV റാവു ആണ് എന്ത് ചെയ്തത്? സയന്റിഫിക് ആയിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയ ഇന്ത്യയിലെ ആദ്യ ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്ന ആരാണ്? VKRV റാവു ആണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്, മാറിപ്പോകരുത്. ഇന്ത്യയിൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം അങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ഇൻകവും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതേസമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ എന്താണ്? ഒരു റിലയബിലിറ്റി ഇല്ല, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഒരു ആധികാരികമായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം വന്ന VKRV റാവു, അതും എന്താണ് ബ്രിട്ടീഷ് പീരീഡിലാണ്, ഇൻഡിപെൻഡൻസിന് മുമ്പാണ്. അപ്പോൾ പ്രൊഫസർ VKRV റാവു എസ്റ്റിമേറ്റഡ് നാഷണൽ ഇൻകം ഇൻ എ മോർ റിലയബിൾ ആൻഡ് സയന്റിഫിക് ബേസിസ് അല്ലെ? റിലയബിൾ എന്ന് വെച്ചാൽ വിശ്വസനീയമായ രീതിയിൽ,
അതുപോലെ സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാണ്? VKRV റാവു ആണ്. ഒത്തിരി തവണ ചോദിച്ചതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ ഇൻകം കമ്മിറ്റി. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് എന്ത് ചെയ്തു? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ഒരു നാഷണൽ ഇൻകം കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. എന്നാണത്? 1949. ഇൻ 1949 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ദ നാഷണൽ ഇൻകം കമ്മിറ്റി. എന്നാണ്ട് 1949. ഇൻ 1949 അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? പ്രൊഫസർ PC മഹലനോബിസ് ആയിരുന്നു. PC മഹലനോബിസ്. ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്ന PC മഹലനോബിസ്. PC മഹലനോബിസ് ആയിരുന്നു ഏതിൻ്റെ ചെയർമാൻ? നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ. എന്നാണ്? ഇൻ 1949. ഓക്കെ, അപ്പോൾ PC മഹലനോബിസ് ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. PC മഹലനോബിസ് അദ്ദേഹമാണ് 1949 സ്ഥാപിതമായ നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നാഷണൽ ഇൻകം കോൺസെപ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നാഷണൽ ഇൻകത്തെക്കുറിച്ചുള്ള ദേശീയ വരുമാനം കണക്കാക്കലിനെ കുറിച്ചുള്ള ഹിസ്റ്ററി ഒക്കെ ആണല്ലോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചരിത്രം മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തിൻ്റെ കോൺസെപ്റ്റുകൾ. അതായത് നാഷണൽ ഇൻകത്തിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കോൺസെപ്റ്റുകൾ, കമ്പോണൻസ് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്, ശ്രദ്ധിച്ച് ഇരിക്കുക. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ആദ്യത്തെ ഒരു കോൺസെപ്റ്റാണ്, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, GDP എന്ന് പറയും. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലേ? എന്താണ് GDP? GDP ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. അപ്പോൾ ആ പോയിന്റ് ശ്രദ്ധിച്ചേ. GDP ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതിലൊന്നും സംശയമില്ല നമുക്ക് അല്ലേ? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി. പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി, അത് ആ പോയിന്റ് ആണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി. എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധന സേവനങ്ങളാണ്? രാജ്യത്തിനകത്ത് അല്ലേ? ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ ആണ് ഡ്യൂറിങ് എ ഇയർ, ഒരു വർഷക്കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു വർഷക്കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ക്ലിയർ ആണല്ലോ? അതിനകത്ത് ഏത് വരില്ല? നമ്മുടെ റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം വരില്ല. നമ്മൾ എക്സ്പോർട്ടൊക്കെ ചെയ്യത്തില്ലേ? സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ആ ഇൻകം ഒന്നും എവിടെ കൺസിഡർ ചെയ്യില്ല? GDPയിൽ കൺസിഡർ ചെയ്യുകയില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, മറ്റൊരു നാഷണൽ ഇൻകം കോൺസെപ്റ്റ് ആണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, NDP എന്ന് പറയും. അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് മലയാളം. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? NDP is the net output of the economy. NDP is the net output of the economy during a year. ഒരു വർഷക്കാലഘട്ടത്തിൽ ഒരു ഇക്കോണമിയിലെ നെറ്റ് ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് എന്ത്? NDP എന്ന് പറയുന്നത്. NDP, നെറ്റ് ഔട്ട്പുട്ടിനെയാണ് NDP. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. നെറ്റ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? NDP is equal to GDP മൈനസ് ഡിപ്രീസിയേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ GDPയിലെ ആ GDPയിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ, തേയ്മാന ചിലവ് കുറച്ചാൽ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അലവൻസ് കുറച്ചാൽ എന്ത് കിട്ടും നമുക്ക്? NDP കിട്ടും. നമ്മൾ ഡിപ്രീസിയേഷൻ എന്താണെന്ന് പഠിക്കും. അപ്പോൾ NDP is equal to GDP മൈനസ് ഡിപ്രീസിയേഷൻ. NDP is equal to GDP മൈനസ് ഡിപ്രീസിയേഷൻ. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ, തേയ്മാനം കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? NDP കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ NDP is equal to GDP മൈനസ് ഡിപ്രീസിയേഷൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. NDP പ്ലസ് ഡിപ്രീസിയേഷൻ എന്തായിരിക്കും? നോർത്ത് നോക്കിയേ. NDP പ്ലസ് ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു GDP ആയിരിക്കും. അപ്പോൾ NDP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ NDP പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതായിരിക്കും എന്ത്? GDP. GDP ഈസ് ഈക്വൽ ടു NDP പ്ലസ് ഡിപ്രീസിയേഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ പറഞ്ഞു ഡിപ്രീസിയേഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ? തേയ്മാനം. നമ്മൾ GDPയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? NDP കിട്ടിയ, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കിട്ടിയല്ലേ? അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? നോക്കിയേ. The loss of value of capital equipments due to normal wear and tear. അപ്പോൾ എന്താണ്?
ദ ലോസ് ഓഫ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. ലോസ് ഓഫ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ ലോസ് ഓഫ് വാല്യൂവിനെയാണ് എന്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ലോസ് ഓഫ് വാല്യൂ? ഡ്യൂ ടു നോർമൽ വെയർ ആൻഡ് ടയർ. നോർമൽ വെയർ നമുക്കറിയാം, ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ നമ്മൾ മെഷീനറി ഉപയോഗിക്കും. ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് മെഷീനറി അല്ലേ, ടൂൾസ്, എക്യുപ്മെന്റ്സ്, മെഷീനറി. ഇങ്ങനെ മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ അവയ്ക്ക് എന്തുണ്ടാകും? നോർമൽ വെയർ ആൻഡ് ടയർ ഉണ്ടാകും. എന്ന് വെച്ചാൽ എന്താ? കേടുപാടുകൾ ഉണ്ടാകും, തേയ്മാനം ഉണ്ടാകും അല്ലേ. അങ്ങനെ ആ തേയ്മാനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയുകയല്ലേ. അങ്ങനെ കുറയുന്നതിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മെഷീനറി നമ്മൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ബൈക്ക് യൂസ് ചെയ്യുന്നു, കാർ യൂസ് ചെയ്യുന്നു, അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്സിന് എന്ത് സംഭവിക്കും? ആ വെയർ ആൻഡ് ടയർ ഉണ്ടാകും അല്ലേ, അതിന് തേയ്മാനം സംഭവിക്കും. അങ്ങനെ തേയ്മാനം ഉണ്ടാകുമ്പോൾ അതിൻ്റെ വാല്യൂ ലോസ്, ആ പാർട്സിൻ്റെ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ എന്ത് വാല്യൂ കുറയും. അങ്ങനെ വാല്യൂ കുറയുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്രീസിയേഷൻ, തേയ്മാനം എന്ന് പറയും. അതൊരിക്കലും നമ്മളങ്ങനെ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത്, ആ പ്രോഡക്റ്റ് അല്ല ആ ഉൽപ്പന്നം എടുത്ത് പൂർണ്ണമായിട്ടും മാറ്റി പുതിയത് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യും? അത് മെയിൻ്റെനൻസ് നടത്തും. അങ്ങനെ ആവുന്ന ചിലവിനെ പറയുന്ന പേരാണ് ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറയും. ഡിപ്രീസിയേഷൻ അലവൻസ്. എല്ലാ സ്ഥാപനങ്ങളും ആ ഡിപ്രീസിയേഷൻ അലവൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർ മുൻകൂട്ടി അറിയാമല്ലോ ഇങ്ങനെ തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി കുറച്ച് പണം നമ്മൾ കരുതി വെച്ചിട്ടുണ്ടാകും ഒരു സ്ഥാപനം. അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ? The loss of value of capital equipments due to normal wear and tear. Okay. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. It is also called, depreciation is also called consumption of fixed capital. Depreciation is also called consumption of fixed capital. Depreciationന്റെ മറ്റൊരു പേരെന്താണ്ടേ? കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയും. കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ, സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന് പറയും. എന്താണ് സ്ഥിര മൂലധനത്തിന്റെ ഉപഭോഗം എന്ന് എന്തിനെ അറിയപ്പെടുന്നുണ്ട്? ഡിപ്രീസിയേഷന്റെ മറ്റൊരു പേരുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രീസിയേഷൻ ഈസ് ആൾസോ കാൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ മറ്റ് ഡിഗ്രി പ്രിലിംസ് എക്സാം അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിപ്രീസിയേഷൻ ഈസ് ആൾസോ കാൾഡ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ കമ്പോണന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ കോൺസെപ്റ്റ്, നാഷണൽ ഇൻകത്തിന്റെ മൂന്നാമത്തെ കോൺസെപ്റ്റ് ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GNP. നമ്മൾ GDP ഡിസ്കസ് ചെയ്തു, NDP ഡിസ്കസ് ചെയ്തു. അടുത്ത എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, GNP അല്ലേ. എന്താണ് GNP? GNP is equal to, നമുക്ക് ഡെഫിനിഷനായിട്ട് നോക്കേണ്ട കാര്യമില്ല. GNP is equal to GDP plus NFI. നമ്മൾ GDP ആൾറെഡി പഠിച്ചല്ലോ. ആ GDPയോടൊപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? NFI ആഡ് ചെയ്താൽ മതി. എന്താണ് NFI? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ GNP is equal to നമ്മൾ നേരത്തെ പഠിച്ച GDP plus NFI. GDPയോടൊപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? NFI ആഡ് ചെയ്താൽ മതി. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആഡ് ചെയ്യുക. അപ്പോൾ GNP is equal to GDP plus NFI. അപ്പോൾ എന്താണ് NFI? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, GDPയിൽ നമ്മൾ വിത്തിൻ ദ കൺട്രി അല്ലേ, ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്തുള്ള ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വാല്യൂ വരത്തുള്ളൂ. അപ്പോൾ GNPയിൽ ആ GDPയോടൊപ്പം എന്തുകൂടി വരും? NFI, അതായത് റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നും അല്ലെങ്കിൽ എബ്രോഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി വരും. അത് ആ കിട്ടുന്ന വരുമാനം എന്ന് പറയുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രോം എബ്രോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോൾ നമ്മുടെ രാജ്യത്തുനിന്ന് വിദേശത്തേക്ക് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നു, അതിന് നമ്മൾ ഫാക്ടർ ഇൻകം എന്ന് പറയും. അതുപോലെ നമ്മുടെ ആളുകൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട്, അവർ നാട്ടിലേക്ക് അയക്കുന്ന പണം, ഇതിനെല്ലാം നമ്മൾ ഫാക്ടർ ഇൻകം എന്ന് പറയും. അതുപോലെ നമ്മുടെ രാജ്യത്തുനിന്ന് വിദേശത്തേക്ക് പണം പോകുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാറില്ലേ? അപ്പോൾ നമ്മൾ പണം ആർക്ക് പോകുന്നുണ്ട്? നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് വിദേശത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വിദേശത്ത് നമുക്ക് ഫാക്ടർ ഇൻകം ഏൺ ചെയ്യുകയും കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, നമ്മൾ അവിടേക്ക് പേ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് എന്തത്? NFI എന്ന് പറയുന്നത്. അപ്പോൾ NFI എന്ന് വെച്ചാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് ആൻഡ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു എബ്രോഡ്. മനസ്സിലായില്ലേ? അപ്പോൾ NFI എന്ന് വെച്ചാൽ എന്താണ്? NFI ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം എബ്രോഡ് അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം റിസീവ്ഡ് ഫ്രം റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ഫാക്ടർ ഇൻകം പെയ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് NFI എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ എന്തായിരിക്കാം? മേ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചിലപ്പോൾ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. കാരണം നമുക്ക് കിട്ടുന്നത് റിസീവ് ചെയ്യുന്ന കൂടുതലാണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും, പേ ചെയ്യുന്നതാണ് കൂടുതലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും.
അത് നമ്മുടെ ഇക്കോണമിയുടെ സിറ്റുവേഷൻസിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതാണ് NFI എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എടുത്തിട്ട് അത് എന്തിനോട് ആഡ് ചെയ്യണം? GDP. അത് പ്ലസ് ആയാലും മൈനസ് ആയാലും അതെന്തിനോട് ആഡ് ചെയ്യണം? GDPയോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. അതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ദേശീയ വരുമാനം, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കമ്പോണന്റുകളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത കമ്പോണന്റ് ആണ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പറഞ്ഞു, അതിൻ്റെ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് പറഞ്ഞു. അടുത്തെന്താണ്? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ NDPയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? NDP = GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. അതുപോലെയാണ് NNPയും നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഗ്രോസ് എടുക്കുക. അതിൻ്റെ ഗ്രോസ് എന്താണ്? GNP ആണ്. GNP മൈനസ്. അപ്പോൾ NNP = GNP മൈനസ് ഡിപ്രീസിയേഷൻ. ഓർക്കാൻ എളുപ്പമുണ്ട്. അവിടെ GDP നമ്മൾ പറഞ്ഞു, NDP പറഞ്ഞ ഓർമ്മയുണ്ടോ? NDP = GDP മൈനസ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ഇവിടെ NNP എന്ന് പറയുന്ന NNP = NNPയുടെ ഗ്രോസ് എടുക്കുക. അപ്പോൾ GNP കിട്ടും. GNP മൈനസ് ഡിപ്രീസിയേഷൻ. GNPയിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഡിപ്രീസിയേഷൻ. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാമല്ലോ. അവിടെ GNP എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? GNP = NNP പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് എഴുതി കൂടെ? GNP = NNP പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് എഴുതാൻ പറ്റും. NNP പ്ലസ് അല്ലേ? GNP = NNP പ്ലസ് ഡിപ്രീസിയേഷൻ. അതിനാണ് D എന്ന് കൊടുത്തേക്കുന്നത്. GNP = NNP പ്ലസ് ഡിപ്രീസിയേഷൻ അല്ലേ കൊടുക്കാൻ പറ്റും. അതുപോലെ നേരത്തെ എന്താണ് ഞാൻ പറഞ്ഞിരുന്നു? GDP = NDP പ്ലസ് ഡിപ്രീസിയേഷൻ എന്ന് നൽകാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 കമ്പോണന്റുകളാണ് നാഷണൽ ഇൻകത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ. ഇത് മാത്രമല്ല വേറെയും ഫാക്ടേഴ്സ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് GDP, NDP, GNP, അതുപോലെ NNP. ഇനി ഈ നാഷണൽ ഇൻകം കോൺസെപ്റ്റുകളെ 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നാഷണൽ ഇൻകം കോൺസെപ്റ്റുകളെ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, പ്രകടിപ്പിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന്, ഇൻ മാർക്കറ്റ് പ്രൈസ് ഡിനോട്ടഡ് ആസ് MP. മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ഓർക്കുക, നാഷണൽ ഇൻകം കോൺസെപ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച നാഷണൽ ഇൻകം കോൺസെപ്റ്റുകളുണ്ടല്ലോ, GDP, NDP, GNP, അതുപോലെ NNP. അവയെ നമുക്ക് 2 തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻ മാർക്കറ്റ് പ്രൈസ്. ഒന്ന് മാർക്കറ്റ് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ആൻഡ് ഇൻ ഫാക്ടർ കോസ്റ്റ്. ഘടക ചിലവിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരേ കമ്പോണന്റുകളെ തന്നെ നമുക്ക് എത്ര രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം? 2 രീതിയിലും, മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റ്. നമുക്ക് നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഇൻ ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഇൻ ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസിന് നമ്മൾ എന്ത് പറയും? MP എന്ന് ഡിനോട്ട് ചെയ്യും. ഫാക്ടർ കോസ്റ്റിനെ നമ്മൾ FC എന്ന് ഡിനോട്ട് ചെയ്യും. എക്സാമ്പിൾ നോക്കിയേ. GDP MP. ഇത് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ GDPയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഏത് രൂപത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇവിടെ GDP എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് എങ്ങനെയാണ്? GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. GDP MP എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് പറയുന്നത് എങ്ങനെയാണ്? ക്ലിയർ ആയി പറയുന്നത് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ GDP മാർക്കറ്റ് പ്രൈസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അതേ GDP തന്നെ മറ്റു രീതിയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. GDP FC അല്ലേ? GDP FC എന്താണ്? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അവിടെ മാർക്കറ്റ് പ്രൈസിലല്ല, ഫാക്ടർ കോസ്റ്റ് എന്ന് വെച്ചാൽ അത് ഉൽപ്പാദിപ്പിക്കാൻ, ആ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ചിലവുണ്ടല്ലോ, ആ ചിലവിൻ്റെ രൂപത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എല്ലാം കൂടി ആ ചിലവിൻ്റെ രൂപത്തിൽ എത്ര രൂപ ഓരോ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയായി, ആ ചിലവ് എടുത്തിട്ട് ആ ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ GDP എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന പറയുന്ന പേരാണ് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസും GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഇങ്ങനെയാണ്. അതുപോലെ NNP എക്സ്പ്രസ് ചെയ്യാം. NNP എക്സ്പ്രസ് ചെയ്താൽ എങ്ങനെ വരും? NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ലേ? NNP MP എന്ന് കൊടുക്കുക, അത് മാർക്കറ്റ് പ്രൈസിലാണ് NNP. അതുപോലെ NNP FC എന്ന് പറയുമ്പോൾ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഏത് നാഷണൽ ഇൻകം കമ്പോണന്റിനെയും നമുക്ക് മാർക്കറ്റ് പ്രൈസിലും ഫാക്ടർ കോസ്റ്റിലും എക്സ്പ്രസ് ചെയ്യും. ഇതിന്റെ വ്യത്യാസം നമ്മൾ ഇനി പഠിക്കും. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? GDP MP ഇംപ്ലൈസ്. അവിടെ MP എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നു, സ്മോൾ ലെറ്റർ ആക്കുക MP. ഇപ്പൊ നോക്കിയേ, GDP MP ഇംപ്ലൈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ്
ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഓക്കെ, എന്താണ് GDP-MP എന്ന് വെച്ചാൽ? GDP at market price implies the market value of the output of final goods and services produced within the country during a year. അപ്പോൾ GDP-MP എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. GDP-യിലുള്ള എന്തിൻ്റെ ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മാർക്കറ്റ് വാല്യൂവിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? GDP പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ GDP-MP എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, GDP-MP implies മാർക്കറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അല്ലെങ്കിൽ ആ ഔട്ട്പുട്ട്, അതിന് മൊത്തത്തിലാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ ഔട്ട്പുട്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ അത് ആ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? വിത്തിൻ ദ കൺട്രി ഡ്യൂറിങ് എ ഇയർ. ഒരു രാജ്യത്തിനകത്ത് ഒരു വർഷക്കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് എക്സ്പ്രസ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അത് മാർക്കറ്റ് വാല്യൂയിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അതിന് എന്ത് പറയും? GDP-MP എന്ന് പറയും. ഓക്കെ, GDP-FC എന്താ? GDP-FC എന്ന് പറയുന്നത് നോക്കി, GDP-FC ഈസ് ദ നെറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇവാലുവേറ്റഡ് അറ്റ് ഫാക്ടർ പ്രൈസസ്. അപ്പോൾ GDP-FC ഈസ് ദ നെറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. നെറ്റ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആണ് ഇവാലുവേറ്റഡ് അറ്റ് ഫാക്ടർ പ്രൈസസ്. ഇത് മാർക്കറ്റ് പ്രൈസിലാണെങ്കിൽ ഇവിടെ GDP ഏതിലാണ്? ഫാക്ടർ പ്രൈസിൽ എന്ന് വെച്ചാൽ ഉൽപാദന ചിലവിൻ്റെ ഫാക്ടേഴ്സ്, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അല്ലേ, റോ മെറ്റീരിയൽസ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ആ ഫാക്ടേഴ്സിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ GDP എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് GDP അറ്റ് ഫാക്ടർ പ്രൈസ്. ഒന്ന് മാർക്കറ്റ് പ്രൈസിലും മറ്റൊന്ന് ഫാക്ടർ പ്രൈസിലും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ GDP-MPയും GDP-FC. അതുപോലെ എല്ലാ കമ്പോണൻറ്റുകളെ, എല്ലാ വേരിയബിൾസിനെയും നമുക്കിതുപോലെ പറയാം. നാഷണൽ ഇൻകത്തിൻ്റെ എല്ലാ വേരിയബിൾസിനെയും നമുക്കിതുപോലെ ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി നമ്മളിത് ഇതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുകയാണ്. MPയും FCയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നോക്കിയേ, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പ്രോബ്ലം സൈഡ് ചോദിക്കും. പ്രോബ്ലം സൈഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നോക്കി, ഈ ഇക്വേഷൻ ആദ്യം മനസ്സിലാക്കുക. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നോ GDP-MP കിട്ടുന്നത് എങ്ങനെയാണ്? GDP-FC പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. GDP-FCയോടൊപ്പം എന്ത് കൂട്ടുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്യുക. GDP-FCയോടൊപ്പം എന്താ ആഡ് ചെയ്യുക? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? GDP-MP കിട്ടും. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് ഇനി മനസ്സിലാക്കാം. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ ആ ഫാക്ടർ കോസ്റ്റിനോടൊപ്പം നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. കാരണം മാർക്കറ്റ് പ്രൈസിൽ ഏതുകൂടി പരിഗണിക്കണം? ഇൻഡയറക്റ്റ് ടാക്സ് കൺസിഡർ ചെയ്യണ്ടേ? ഒരു സാധനത്തിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതുകൂടി കാണും? ഇൻഡയറക്റ്റ് ടാക്സ് കൂടി കാണും. ഇവിടെ വെറും ഇൻഡയറക്റ്റ് ടാക്സ് അല്ല, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. കാരണം അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടും സബ്സിഡി രൂപത്തിൽ. ആ സബ്സിഡി ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടുന്നത്. ആ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്യണം? അവർക്ക് ആ സാധനം ഉൽപ്പാദിപ്പിക്കാനായ ചിലവിനോടൊപ്പം എന്തുകൂടി ആഡ് ചെയ്ത് വെക്കണം? ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ്. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നിങ്ങൾ കടയിൽ നിന്നൊരു പേന മേടിക്കുന്നു. ആ പേന മേടിക്കുമ്പോൾ ഏത് വിലയ്ക്കാണ്? മാർക്കറ്റ് പ്രൈസിലാണ് നമുക്ക് സാധനം കിട്ടുന്നത്. ആ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നതാണ്? അവർക്കായ ടാക്സും, അല്ലേ, അവർക്കാകുന്ന ടാക്സും അതിനോടൊപ്പം അതിൻ്റെ ചിലവും കൂടി ചേരുന്നതാണ്, ഫാക്ടർ കോസ്റ്റും കൂടി ചേരുന്നതാണ് എന്ത്? ആ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്, NIT എന്ന് പറയും. ഇതുപോലെയാണ് എല്ലാത്തിനെയും ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? GNP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു GNP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഇനി NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണെങ്കിലോ NDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. എല്ലാത്തിൻ്റെയും ഫാക്ടർ കോസ്റ്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്താൽ മതി? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? മാർക്കറ്റ് പ്രൈസ് കിട്ടും. അതുപോലെ നേരെ തിരിച്ച് GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണെങ്കിലോ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് NIT. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് NIT. നേരെ തിരിച്ചു വരും. കാരണം ഫാക്ടർ കോസ്റ്റിൽ ഏത് വരില്ല? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണില്ല. ഫാക്ടർ കോസ്റ്റിൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ ആണല്ലോ. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ MP എന്ന് പറയുന്നത് FC പ്ലസ് NIT ആണ്. FC എന്ന് പറയുന്നത് MP മൈനസ് NIT ആണ്. അപ്പോൾ ഇനി നോക്കിയേ, ഇവിടെ
GDP-MP മൈനസ് NIT എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ അത് വേറെ രീതിയിൽ നമുക്കിതിനെ എക്സ്പ്രസ് ചെയ്യാം. ഈ FC കമ്പോണൻറ്റുകളെ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന കമ്പോണൻറ്റുകളെ നമുക്ക് വേറെ രീതിയിലും പറയാം. GDP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി. നോക്കിയേ, അപ്പോൾ GDP-FC എന്ന് പറയുന്നത് GDP-MPയിൽ നിന്ന് NIT കുറച്ചാൽ എന്ത് കിട്ടും? GDP-FC കിട്ടും. അതെല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി അത് മറ്റൊരു രീതിയിൽ കൂടി ആ ഇക്വേഷനെ നമുക്ക് എഴുതാം. എങ്ങനെയാണ്? GDP-MP മൈനസ് NIT ആണ് GDP-FC എങ്കിൽ അതേ GDP-FC നമുക്ക് എങ്ങനെ പറയാം? GDP-MP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് സബ്സിഡി. നമ്മൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു? ആ GDP-FC കാണാൻ GDP-MPയിൽ നിന്നും ആദ്യം എന്ത് കുറയ്ക്കുന്നു? ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് എന്ത്? സബ്സിഡി ആഡ് ചെയ്യുന്നു. സബ്സിഡി എന്ത് ചെയ്യുന്നു? അത് ഞാൻ ആൾറെഡി പറഞ്ഞു. NIT എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ IT മൈനസ് സബ്സിഡി, അതായത് IT മൈനസ് S ആണ്. ഇൻഡയറക്റ്റ് ടാക്സിൽ എന്ത് കുറയ്ക്കുന്നതാണ്? സബ്സിഡി കുറയ്ക്കുന്നതാണ് NIT എന്ന് പറയുന്നത്. അത് ആ NIT ഫാക്ടർ കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്താൽ നമുക്ക് മാർക്കറ്റ് പ്രൈസ് കിട്ടും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി ഫാക്ടർ കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? മാർക്കറ്റ് പ്രൈസിൽ നിന്നും എന്ത് കുറയ്ക്കണം? NIT കുറയ്ക്കണം. അതൊക്കെ ആണല്ലോ. ഇനി അതേ ഇക്വേഷൻ തന്നെ നമുക്ക് മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാം. FC കാണാൻ ആ GDP-FC ഈസ് ഈക്വൽ ടു GDP-MP മൈനസ് ആദ്യം എന്ത് കുറയ്ക്കുക? ഇൻഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുക. എന്നിട്ട് ഏത് ആഡ് ചെയ്യുക? സബ്സിഡി ആഡ് ചെയ്യുക. ഇത് രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെയായിരിക്കും. ഇത് രണ്ടും എന്താണ്? GDP-FC അല്ലെങ്കിൽ ഏതിലാണോ FC എക്സ്പ്രസ് ചെയ്യുന്ന അതിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇതാ നോക്ക്, NIT നമ്മൾ ആൾറെഡി പറഞ്ഞു. NIT ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അപ്പോൾ NIT എടുക്കാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം ഇൻഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് സബ്സിഡി ആഡ് ചെയ്യുന്നത്. രണ്ടിൻ്റെ ആൻസർ ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത്? ഫാക്ടർ കോസ്റ്റിലുള്ള കമ്പോണൻറ്റ് കിട്ടും. അപ്പോൾ NIT ഇക്വേഷൻ നോക്ക്. NIT ഈസ് ഈക്വൽ ടു ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് ഏത്? NIT എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ.